മണലി പുഴയിൽ വീണ് ഒഴുക്കിൽപ്പെട്ട കാർ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ പുറത്തെടുത്തു. പുതുക്കാട് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് കൂറ്റൻ ക്രെയിൻ ഉപയോഗിച്ച് വടം കെട്ടി കാർ കരയിലേക്ക് കയറ്റിയത്. ഈ മാസം 5-നാണ് ചാവക്കാട് സ്വദേശിയായ സിനാൻ എന്ന LLB വിദ്യാർത്ഥി ഓടിച്ചിരുന്ന ഇലക്ട്രിക് കാർ അപകടത്തിൽപ്പെട്ടത്. ഗൂഗിൾ മാപ്പ് പിന്തുടർന്നു വന്ന കാർ മടവാക്കര കാച്ചക്കടവിൽ വളവുള്ള ഭാഗത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട് പുഴയിലേക്ക് മറിയുകയായിരുന്നു. കാർ ഓടിച്ചിരുന്ന സിനാൻ ഡോർ തുറന്ന് ചാടി രക്ഷപ്പെട്ടെങ്കിലും കാർ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. അപകടം നടന്ന് 6 ദിവസത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് പുഴയിൽ ചൂണ്ടയിടാൻ എത്തിയവർ കാർ കണ്ടെത്തിയത്. അപകടം നടന്ന കാച്ചക്കടവിന് താഴെ 200 മീറ്റർ നീങ്ങിയാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന നിലയിൽ കാർ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് പുതുക്കാട് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ കാർ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ശക്തമായ ഒഴുക്കിനെ അതിജീവിച്ച് കൂറ്റൻ ക്രെയിൻ ഉപയോഗിച്ച് വടം കെട്ടി കാർ പുറത്തെടുക്കുന്നത് ശ്രമകരമായ ദൗത്യമായിരുന്നു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KS സുജീന്ദ്രന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രഞ്ജിത്ത് C, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ജിബിൻ ജോസഫ്, വിജീഷ് V, അനന്തു, സുൽഫിക്കർ അലി, ഹോംഗാർഡുമാരായ രാജീവ്, രമേശ്, ശശി KS എന്നിവരോടൊപ്പം നാട്ടുകാരും ദൗത്യത്തിൽ പങ്കുചേർന്നു. SI പാട്രിക്, SI നിയാസ്, CPO നവീൻ കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പുതുക്കാട് പോലീസും വാർഡ് മെമ്പർ ശ്രീനാഥും സ്ഥലത്തെത്തിയിരുന്നു.